ഇതിന് പകരം ഇപ്പോഴും പറയുന്നത് എന്താണ്? ഇപ്പോഴും കളവ് പറയാനുള്ളതല്ലേ? കളവ് വീണ്ടും പറയാനാണ് ഇപ്പോഴുള്ള ശ്രമം. അതാണ് നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ സങ്കടം. സഹോദരങ്ങളെ, എന്റെ ചെമ്പക്കത്തുള്ള മുജാഹിദീനോട് എനിക്ക് പറയുന്നത്, നമ്മൾ നേതാക്കന്മാര് പറയുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്ന മെഗാഫോണുകളായി ഒരിക്കലും മാറരുത് സുഹൃത്തുക്കളെ. കാരണം എന്താ അറിയോ, ശിർക്ക് ആരോപണം ഇനിയും തുടരുന്നതാണ്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസമല്ലേ നമ്മളെ ജാമ്യയിലെ സമ്മേളനം നടന്നത്? ജാമ്യയിലെ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അതിൽ ആ സ്ത്രീകൾ, അപ്പൊ ഇത് കേൾക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപക്ഷെ ജാമ്യ പോയാലുണ്ടാവും. അവിടെ വെച്ച് നമ്മുടെ നിഅമത്തുള്ള ഫാറൂഖി പറഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു? ജിന്നിനോട് തേടുന്നതിൽ ശിർക്കില്ല, അതിൽ വിരോധമില്ല എന്ന് പറയുന്ന മക്കൾ നമ്മുടെ വീടുകളിലുണ്ട്. നിങ്ങളെ വീട്ടിൽ ആരുള്ളത് ജിന്നിനോട് തേടാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഏത് കുട്ടി അവിടെ ഉള്ളത്? കളവല്ലേ പറയുന്നത്? ഭർത്താവ് ജിന്നാണെങ്കിൽ ഭാര്യ തൗഹീദുള്ളവൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രയോഗമാണ്. ഒരേ കുടുംബത്തിൽ തന്നെ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ജിന്നെ സഹായിക്കണേ എന്ന് സഹായം തേടുന്നവർ. സഹോദരങ്ങളെ, ഇടവണ്ണയിൽ എവിടെയാണ് ജിന്നെ കാക്കണേ എന്ന് സഹായം തേടുന്ന മുജാഹിദുകൾ എവിടെയാണുള്ളത്? ചോദിക്കാൻ നമുക്ക് അവകാശമില്ലേ? നിങ്ങൾ പറഞ്ഞോളൂ. വ്യഭിചരിച്ചു എന്ന് പറഞ്ഞോ, മോഷ്ടിച്ചു എന്ന് പറഞ്ഞോ, കള്ളു കുടിച്ചു എന്ന് പറഞ്ഞോ, പക്ഷേ നിഷ്കളങ്കരായ ഈ തൗഹീദിന്റെ പടയാളികൾ രാവും പകലും തൗഹീദ് പ്രസംഗിക്കാനും അതിന്റെ പോസ്റ്റർ ഒട്ടിക്കുവാനും അതിനുവേണ്ടി കേറും കുത്തും ഏറ്റുവാങ്ങുവാനും ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗത്തോട് ഇഞ്ചോടിഞ്ച് പോരാടുവാനും തയ്യാറായി നിൽക്കുന്ന ഈ മുജാഹിദുകളെ, അവരുടെ മക്കളെ, അവരുടെ മുഖത്തു നോക്കി ജിന്നിനോട് സഹായം തേടുന്നവരാണെന്ന് പറയാൻ, അത് ഈ പരിശുദ്ധമായ പാവനമായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെ, KP മുഹമ്മദ് മൗലവിയെ പോലെ, അതുപോലെയുള്ള മഹാരഥന്മാരുടെ വിയർപ്പ് കണങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ ദാമിയ നദിയുടെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് ഈ ചെമ്പക്കുത്തും പരിസരത്തുമുള്ള മുജാഹിദുകളുടെ മക്കളെ ഈ രൂപത്തിൽ ശിർക്ക് ആരോപിക്കുമ്പോ, സുഹൃത്തുക്കളെ, ഇവിടെ ഏത് കടലിൽ കൊണ്ടുപോയി കലക്കിയാലാണ് ഇതിന്റെയൊക്കെ ശാപം തീരുക? ചില്ലറ വിഷയമാണ് അതൊക്കെ. ഒരാൾ വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു എന്ന് പറയുന്നത് വലിയ ആക്ഷേപല്ലത് തെളിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ 4 വർഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി, 10-20 ലക്ഷത്തോളം വീടുകളിലാണ് ഞങ്ങൾ അള്ളാനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ലഘുലേഖ കൊണ്ടുപോയി കൊടുത്തത്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് 1000 കുതിരശക്തിയോടുകൂടി പ്രഖ്യാപിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തവരാണ് ഈ കൂട്ടായ്മ. 140-ലധികം 200ഓളം മുഖാമുഖങ്ങൾ ഈ വിഷയത്തിൽ പരസ്യമായ ചോദ്യോത്തരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെയും അവിടെ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുന്നതിൽ ഒരു പരാജയവും ഈ കൂട്ടായ്മക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് മുഖാമുഖങ്ങളാണ് നടന്നത്. ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇത് അഡ്ജസ്റ്റ്മെന്റ് മുഖാമുഖങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുഖാമുഖം ഒന്ന് കാണിച്ചിരുന്നത്, യഥാർത്ഥ വാദപ്രതിവാദം നടത്തൂ, അതല്ല ചെയ്യേണ്ടത്. ഒരിക്കലും ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടന്നത് ഐക്യ ചർച്ചകളിലാണ്. ഐക്യ ചർച്ചകളിൽ അഡ്ജസ്റ്റ്മെന്റ് നടന്നുവെന്ന് അലി മദനി പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുക. ഇനി ഐക്യത്തിന്റെ പേരിൽ ഇനി രണ്ടാമത് കുഴപ്പമുണ്ടാക്കണം നമ്മൾ, ഇനി രണ്ടാമത് ഭിന്നിപ്പുണ്ടാക്കണം നമ്മൾ. അപ്പൊ ഈ വിഷയങ്ങൾ ചെറുക്ക് തീർത്ത് ഇനിയെങ്കിലും ചർച്ച ചെയ്ത് വിഷയങ്ങളിലേക്ക് വന്ന് ഖുർആനും സുന്നത്തിലും പറയുന്നതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. നൂഹ് നബിയുടെ മകനെ പോലെയാണെന്ന് ഇവിടെയുള്ള മുജാഹിദീങ്ങൾ മക്കളൊക്കെ നൂഹ് നബിയുടെ മക്കളെ പോലെ കണ്ടാൽ മതി, കൻആനെ പോലെ കണ്ടാൽ മതി എന്ന് ഇങ്ങനെ കളവ് പറഞ്ഞ് ആരെ മരിച്ചു പോകേണ്ട സുഹൃത്തുക്കളെ ഇവിടുന്നൊക്കെ. ഇത് കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും, സംശയിക്കണ്ട. എനിക്ക് തെളിവെന്താ അറിയോ? കഴിഞ്ഞ 14 കൊല്ലം AP വിഭാഗം മുശ്രിക്കുകളാണെന്ന് പറയാൻ പറഞ്ഞ തെളിവെന്താ? സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് APയെ മുശ്രിക്കാക്കിയത്, ഈ വിഭാഗത്തെ മുശ്രിക്കാക്കിയത്. ഇപ്പോഴിതാ ഫെബ്രുവരി 3 ഇറങ്ങിയ വിചിന്തനത്തിൽ അസ്കർ അലി സാഹിബ് തന്നെ പേര് വെച്ച് എഴുതിയിരിക്കുന്നു, സിഹ്ർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കാന്ന് പറയാൻ പറ്റൂല, ശിർക്കാന്ന് പറയാൻ പറ്റൂല. PT വീരാൻകുട്ടി സുല്ലമി മരണപ്പെട്ടു പോയില്ലേ നമ്മളിൽ നിന്ന്? അബൂബക്കർ കാരക്കുന്ന് മരണപ്പെട്ടു പോയില്ലേ നമ്മളിൽ നിന്ന്? അമ്മാങ്കാത്ത് മൗലവി പോയില്ലേ സഹോദരങ്ങളെ? KK മുഹമ്മദ് സുല്ലമി പോയില്ലേ? ബഹുമാനിയായ AP അബ്ദുൽ ഖാദർ മൗലവി വിട്ടുപിരിഞ്ഞ് പോയില്ലേ? ഇവരൊക്കെയുള്ള കാലത്താണ് ഈ ആരോപണങ്ങൾ നടന്നത്. ഇപ്പോഴിതാ അതൊക്കെ തിരുത്തി പറഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ 14 കൊല്ലം നിങ്ങൾ പറഞ്ഞത് വസ്തുതയാണെന്ന് വിചാരിച്ച് ഇവിടെ ശിർക്ക് ആരോപിച്ചതിന്റെ കുറ്റം ആരേറ്റെടുക്കും സുഹൃത്തുക്കളെ? ചില്ലറ വിഷയമാണ് അതൊക്കെ. ഇനിയും നിങ്ങൾ ഈ ആവർത്തനം നടത്തണോ? ചെമ്പക്കുത്തിലെ പൊന്നു മുജാഹിദുകളോട് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഓരോ വർഷം കൂടുമ്പോഴും
പണ്ടൊക്കെ 5 കൊല്ലം കൂടുമ്പോൾ 6 കൊല്ലം കൂടുമ്പോഴാണ് മാറ്റി പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പൊ ദിവസം കണക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 3 അസ്കർ അലി സാഹിബ് വിചിന്തനത്തിൽ എഴുതുന്നു, സിഗർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല, അത് ഫലിക്കുമെന്നത് യാഥാർത്ഥ്യമാണെന്ന്. എന്നാൽ തൊട്ടുടനെ അദ്ദേഹം പറയുന്നു, അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന്. ഇപ്പോൾ എന്താണ് തീരുമാനം? അസ്കർ അലി സാഹിബ് പറഞ്ഞതാണോ ശരി, വിചിന്തനത്തിൽ വന്നതാണോ ശരി? ഇപ്പോൾ ഓൺലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിക്കാനുള്ളതാ? സുഹൃത്തുക്കളെ, ഈ ശിർക്കാരോപിച്ചിന് ഉത്തരവായിട്ട് നാളെ പരലോകത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് പറയുന്നതൊക്കെ അങ്ങനെ വിഴുങ്ങാൻ പാടില്ല. കാരണം ഇതൊക്കെ ഈ തിരുത്താനുള്ളതാണ്. ആരോപണം കളവായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ല സുഹൃത്തുക്കളെ. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് അത്ര കാലം പറഞ്ഞത്. ഇതുവരെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൊരു വരി ആർക്കും ഇതുവരെ കാണിച്ചു തരാനും പറ്റിയിട്ടില്ല. ജിന്ന് കേന്ദ്രവും അടിച്ചറക്കൽ കേന്ദ്രവും തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. എവിടെയാണ് തുടങ്ങിയത്? എവിടെയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതും കളവായിരുന്നു എന്ന് കാണാൻ പറ്റും. നിങ്ങൾ KK സക്കരിയ മൗലവിയുടെ കൂടെ ഇറങ്ങിപ്പോയവരാണ്. ഒരു സക്കരിയ ത്വരീഖത്തിന്റെ ആൾക്കാരാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹവും അതിൽ നിന്ന് എതിരായി പറഞ്ഞാൽ അദ്ദേഹത്തെ അന്ധമായി ഞങ്ങൾ അംഗീകരിക്കില്ല. അത് നിങ്ങൾക്ക് തെളിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ഈ കൂട്ടായ്മയിലില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നവരാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹം പോയ വഴിക്ക് ഞങ്ങൾ പോകില്ലേ? പോയിട്ടില്ല സഹോദരങ്ങളെ. ഞങ്ങളെല്ലാവരും KNM തന്നെയാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദ് തന്നെയാണ്. നമുക്ക് ഒന്നിച്ച് ദഅവത്തിന്റെ മാർഗത്തിൽ മുന്നേറാം. ഇതൊക്കെ ഡോർ ടു ഡോറുകൾ നടക്കുന്നു. 24 മണിക്കൂറും പീസ് റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മാർച്ച് 2ാം വാരത്തിൽ പാലക്കാട് വെച്ച് പ്രോഫ്കോൺ നടക്കുന്നു. നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുപ്പിക്കണം. എല്ലാ ദിവസവും നേർവഴി 5 മിനിറ്റ് നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു വിശ്വോത്തര സ്ഥാപനം മിനി ഊട്ടിയിൽ തലയുയർത്തി നിൽക്കുന്നു. ഫെബ്രുവരി 15, 16 എൻലൈറ്റിംഗ് കോൺഫറൻസ് ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്നു. ഇപ്പോഴിതാ നേർപ്പദം വാരിക ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ബഹുമുഖങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മരിച്ചു പോകണം. തർക്കിച്ച് കാലം കഴിക്കാനല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സമയം വൈകിട്ടില്ല. നമുക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. അതിനെന്ത് വേണം? എന്താണോ KM മൗലവി മുതൽ നമ്മുടെ പണ്ഡിതന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്, ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്താണോ എഴുതി വെച്ചത്, അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ വിവാദ വിഷയങ്ങളെ പറ്റിയിട്ട് എന്താണോ പറഞ്ഞത്, അതൊക്കെ പ്രമാണബദ്ധമായി പറഞ്ഞതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിലെല്ലാം നമ്മൾ ഐക്യപ്പെട്ട് മറ്റുള്ളതൊക്കെ നമുക്ക് മറക്കാം. ഈ കഴിഞ്ഞ 14 കൊല്ലണ്ടായ മറ്റ് തപ്പ് ചവറുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങോട്ടുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഒഴിവാക്കാം. മരിക്കുന്നതിന് മുമ്പ് നന്നായി ഒന്നായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ഈ ഐക്യ സമ്മേളനം. സഹോദരങ്ങളെ, ബഹുമാനിയായ